സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങൾ തുറക്കാൻ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പുസ്തകങ്ങളുടെ അച്ചടി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഈ ഒരു സമയത്ത് അച്ചടി പൂർത്തിയാക്കി ഒരാഴ്ചയൊക്കെ പിന്നിടുമ്പോൾ ഇത് വിതരണം ചെയ്യേണ്ട, വിതരണ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഒന്നും തുടങ്ങിയിട്ടില്ല. അതെ, വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ പറഞ്ഞത് ഈ അച്ചടിയൊക്കെ പൂർത്തിയാക്കി 1 മാസം മുൻപേ പാഠപുസ്തക വിതരണം നടത്തും എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരും പോയി, പാഠപുസ്തകവും ഇല്ല, അതും ഇല്ല, ഇതും ഇല്ലാത്ത അവസ്ഥ. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങിയാണ് യുവമോർച്ച നേതൃത്വം. കാരണം ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. സർക്കാർ വിദ്യാർത്ഥികളെ വഞ്ചിച്ചു എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് വി മുനിപ്രസാദ് പറഞ്ഞത്. ഒപ്പം അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്. ഏതായാലും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചിരിക്കുകയാണ്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇനി ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇപ്പോഴും പാഠപുസ്തകങ്ങളുടെ അച്ചടി എങ്ങും എത്താത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ശക്തമാക്കാൻ തന്നെയാണ് സംഘടനകളുടെ യുവമോർച്ചയുടെയും ABVP അടക്കം തീരുമാനം, അല്ലേ? നമസ്കാരം KP രാഖി. ഈ പാഠപുസ്തകങ്ങൾ ഇനിയും സ്കൂളുകളിൽ എത്തിയിട്ടില്ല. അതിൻ്റെ അച്ചടിയുടെ പകുതി പോലും അച്ചടി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് സ്കൂളുകളിൽ വിതരണം ചെയ്തതിൻ്റെ പകുതി പോലും അച്ചടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രി, അതായത് മന്ത്രി അപ്പൂപ്പനെന്നും പോക്കി മന്ത്രി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആ മന്ത്രി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ പാഠപുസ്തകങ്ങളുടെ എല്ലാം അച്ചടി കഴിഞ്ഞു, വിതരണം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും പാഠപുസ്തകത്തിൻ്റെ അച്ചടി എങ്ങും എത്തിയില്ല, സ്കൂളിലേക്ക് വിതരണം നടത്തിയില്ല. വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമൊക്കെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിലാണ് പ്രക്ഷോഭം നടത്താൻ യുവമോർച്ച തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന സമീപനമാണ് വി ശിവൻകുട്ടി സ്വീകരിച്ചത്. അദ്ദേഹം വിദ്യാർത്ഥികളോടും അധ്യാപകരോടും കളവ് പറഞ്ഞിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരും വിദ്യാർത്ഥികളെ വഞ്ചിച്ചു. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും, ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് യുവമോർച്ച പറയുന്നത്. എല്ലാ വിദ്യാലയങ്ങളിലായാലും ശരി, അല്ലാതെയും ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുന്നു എന്നാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനോജ് പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അതായത് ഇനി ദിവസങ്ങൾ മാത്രമാണ് സ്കൂൾ തുറക്കാൻ, അധ്യയന വർഷം ആരംഭിക്കാൻ ബാക്കിയുള്ളത്. ഇനിയും അച്ചടി പൂർത്തിയാക്കാതായതോടെ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയും സ്കൂളുകളിൽ വന്നു ചേർന്നിട്ടുണ്ട്. എങ്ങനെ ഇതിനെ തരണം ചെയ്യും, എങ്ങനെ നേരിടും എന്നതടക്കമുള്ള കാര്യത്തിലാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് യുവമോർച്ച പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കഴിഞ്ഞ 10 കൊല്ലവും എങ്ങനെയാണോ കള്ളങ്ങൾ പറഞ്ഞത്, അതിന് സമാനമായ രീതിയിലാണ് മന്ത്രി വി ശിവൻകുട്ടി കള്ളം പ്രചരിപ്പിച്ചത്. അബദ്ധം പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉടനടി. ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞിരിക്കുകയാണ്, കാവൽ മന്ത്രിസഭയാണ് നിർവഹിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. ആ ദിവസങ്ങൾക്കുള്ളിൽ പുസ്തകം എത്തിയില്ലെങ്കിൽ അത് വിദ്യാർത്ഥികളെ തന്നെ ബാധിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തുകയൊക്കെ ചെയ്യും. എന്തായാലും എത്രയും വേഗം ഇതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് യുവമോർച്ച പറയുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് യുവമോർച്ചയും ABVP അടക്കമുള്ള സംഘടനകൾ. കാരണം വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലാസിലാകുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്.